ഹായ് കൂട്ടുകാരെ, ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നട ജനുവരി 12 മുതൽ 23 വരെ തുറന്നിരിക്കുകയാണല്ലോ. എല്ലാ നടതുറപ്പിനും പോകാറുള്ളത് പോലെ ഇത്തവണയും ഞാൻ പോകാൻ തീരുമാനിച്ചു. അതിനായി കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ജനുവരി 19 തിരഞ്ഞെടുത്തു. ഇത്തവണ ഞാൻ പോയത് അടൂരിൽ നിന്നും കായംകുളത്തിറങ്ങി നാഷണൽ ഹൈവേ വഴിയാണ്. തിരുവനന്തപുരത്ത് നിന്നും ആലുവ വഴി തൃശ്ശൂർ പോകുന്ന ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ബസ് എത്താൻ ഒരല്പം ലേറ്റായി. ഇപ്പം ഞാൻ കായംകുളം ബസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. രാവിലെ തൊട്ട് ഒരു ചാറ്റമഴ ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തുനിന്ന് ഒടുവിൽ ബസ് എത്തി. ഇപ്പം ഞങ്ങൾ കൊച്ചിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു വൈറ്റില ഹബ്ബൊക്കെ ആകാറായി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഈ വൈറ്റില ഹബ്ബിലെത്തി. അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്നും എപ്പോഴും തിരുവൈരാണിക്കുളത്തിന് ബസ് സർവീസ് ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം യാത്ര ഇങ്ങനെ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടരുകയാണ്. നമ്മുടെ പെരിയാറൊക്കെ പാലമൊക്കെ കടന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലനടയിലെത്തി. നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ചയാണ്. പിന്നെ നട അടയ്ക്കാറാവുന്ന ദിവസങ്ങൾ അടുത്ത് വരുന്തോറും തിരക്ക് കൂടും. പിന്നെ സർവമാന KSRTC ഡിപ്പോകളിൽ നിന്നും തീർത്ഥയാത്രയായി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വിർച്വൽ ക്യൂ ബുക്ക് ചെയ്താണ് പോയതെങ്കിലും ഒറ്റ ക്യൂവായിട്ട് റോഡ് മുതൽ ക്യൂ നിന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളെ വിർച്വൽ ക്യൂ ഇല്ലാത്തവരൊന്നും രണ്ടായിട്ട് തിരിക്കും. ക്യൂ ഇല്ലാത്തവരെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ ഇതുപോലെ മുള കൊണ്ടൊക്കെ കിട്ടിയ ഒരു ക്യൂ സിസ്റ്റത്തിനകത്ത് കയറ്റി ഇതുപോലെ നമ്മൾ നടക്കണം. വിർച്വൽ ക്യൂ എടുത്തവർക്കും തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എല്ലാം ദേവിയെ കാണാനാണല്ലോ എന്നൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നടന്ന് ഞങ്ങളിങ്ങനെ ക്യൂ കടന്ന് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നടയിലെത്തി. നല്ല തിരക്കായിരുന്നു. എന്നാലും നല്ലതായിട്ട് ദേവിയെ കണ്ടു. ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. മഞ്ഞൾപ്പറ ഇട്ടു. അപ്പോൾ പറയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിന് ചുറ്റും നടന്ന് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അതുകൊണ്ടോ നല്ല തിരക്കുണ്ട്. ഒരുപാട് പേര് പറയിടുന്നുണ്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. എന്തുപോലെ നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഏകദേശം 4 മണിയാകാറായി ഞങ്ങൾക്ക് പറയൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങാൻ സമയമായപ്പോൾ. അപ്പം ഞങ്ങൾ അമ്പലത്തിന് വെളിയിലെത്തി. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സമയമായി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നു.